ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ നെയ്മീൻ വറുത്ത പോലെയാണ് ഇന്ന് ഞാൻ ഈ ഫിഷ് ഫ്രൈ വറുത്തെടുത്തിരിക്കുന്നത്. ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസൊക്കെ ഇതുപോലെ ചെയ്താൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ നമുക്ക് വറുത്തെടുക്കാം. ഈ ഫിഷ് ഫ്രൈ ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോയിലൊന്ന് കണ്ടു നോക്കാം. ഫൈവ് സ്റ്റാർ സ്റ്റൈലിലുള്ള ഒരു നെയ്മീൻ വറക്കുന്നതിന് ഞാൻ 1/2 കിലോ നെയ്മീൻ്റെ കഷ്ണങ്ങൾ എടുത്ത് വെച്ചിരിക്കുകയാണ്. നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. വലിയ പീസുകളുമാണ്. ഈ മീനെല്ലാം അരച്ച് പുരട്ടുന്നതിനുള്ള അരപ്പ് നമുക്കെടുക്കാം. അതിനായിട്ട് ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. 1 പിഞ്ച് ഉലുവാപ്പൊടി എടുത്തിട്ടുണ്ട്. ഉപ്പ് ആവശ്യത്തിനെടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, നേർമിച്ച അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഈ ഫിഷ് ഫ്രൈഡ് അരപ്പിന്. നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത ഈ ഇൻഗ്രീഡിയൻസിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉള്ളി ഞാൻ ചതച്ചെടുത്തത് ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയില അരിഞ്ഞത് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തു. ഒരു 1/2 നാരങ്ങ എടുത്തിട്ടുണ്ട്. അതിലെ ജ്യൂസ് മുഴുവൻ നമ്മൾ ഈ ഫോർക്ക് വെച്ച് കുത്തുമ്പോൾ മുഴുവൻ കിട്ടും. അതാണ് ഞാൻ അതുകൊണ്ട് തന്നെ എടുത്തത്. അതിൻ്റെ ജ്യൂസ് മുഴുവൻ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. വലിയ 5 സ്റ്റാർ റെസ്റ്റോറൻറ്റിലുമൊക്കെ ഈ രീതിയിൽ മീൻ വറക്കാറുണ്ട്. നല്ല ടേസ്റ്റാണ്. പ്രത്യേകിച്ച് നെയ്മീനൊക്കെ വറക്കുന്നതിന് നല്ല ടേസ്റ്റായിരിക്കും. അരപ്പ് ഇതുപോലെ ഇരുന്നാൽ മതി. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കണം. ആവശ്യത്തിന് ഉപ്പുമുണ്ട്, നാരങ്ങയുടെ നല്ല ടേസ്റ്റുമുണ്ട്. ഈ അരപ്പ് നമുക്ക് മാറ്റി വെക്കാം. ഈ അരപ്പ് നമുക്ക് മീനിലേക്ക് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. തിരിച്ചും തേച്ച് പിടിപ്പിക്കാം. നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ഈ പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. എല്ലാ മീൻ കഷ്ണങ്ങളും നമുക്കിതുപോലെ ഒന്ന് പുരട്ടി അരപ്പ് പുരട്ടി വെച്ച് കൊടുക്കാം. മീൻ കഷ്ണത്തിലെല്ലാം അരപ്പ് നന്നായിട്ട് നമ്മൾ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നമുക്കിത് ഒരു 3/4 മണിക്കൂർ ഫ്രിഡ്ജിലൊന്ന് വെക്കാം. 3/4 മണിക്കൂർ കഴിഞ്ഞു. മീൻ നല്ലതായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇങ്ങനെ ഫ്രിഡ്ജിൽ വെക്കുന്ന മീനാണെങ്കിൽ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. കൂടാതെ നമ്മളിതിൽ മല്ലിയില ചേർത്തിട്ടുണ്ട്. മീൻ സോഫ്റ്റ് ആകാനും ഈ മല്ലിയില വളരെ നല്ലതാണ്. നമുക്കിതിനും വറുത്തെടുക്കാം. മീൻ വറുക്കാനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമുക്കിതിലേക്ക് കറിവേപ്പില ഒന്ന് ലെയർ ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റുമാണ്. മീനടിക്ക് പിടിക്കത്തില്ല. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് 1 പീസ് ഒന്നിട്ട് വറുത്തെടുക്കാം. വലിയ പീസായതുകൊണ്ട് നമുക്ക് രണ്ടെണ്ണം ഇടാൻ പറ്റത്തില്ല. നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ചെറുതീയിലിട്ട് വേണം മീൻ വറുത്തെടുക്കാൻ. നമുക്കിത് തിരിച്ചിട്ടൊന്ന് കൊടുക്കാം. നല്ലപോലെ ഒന്ന് 2 സൈഡും വറുത്ത് കോരിയെടുക്കാം. ഫിഷ് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിതെടുക്കാം. ഒരെണ്ണവും കൂടെ നമുക്ക് വറുത്തെടുക്കാം. ഈ പീസ് നന്നായിട്ട് നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. നമുക്കത് കോരിയെടുക്കാം.
അങ്ങനെ നെയ്മീൻ നല്ല രുചിയോടുകൂടി നമ്മൾ വറുത്തെടുത്തിരിക്കുകയാണ്. എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നല്ല വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബായ്.